ഹായ്, കീം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെ മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായുള്ള മെട്രിക്സിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. നമുക്ക് തുടങ്ങാം. ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചിലതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട് പരിചയമുള്ളതായിരിക്കും, ചിലത് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും, കുറച്ചുകൂടി ലെവൽ കൂടി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ബോർഡ് എക്സാമിൻ്റെ അത്ര സിമ്പിൾ ആയിരിക്കില്ല, എന്നാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് മെട്രിക്സ്. നമുക്ക് തുടങ്ങാം. ചോദ്യം നോക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് ഇതല്ലേ, അപ്പോൾ ഇവിടെ എക്സിന് പകരം എ കൊടുത്താൽ മതി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 4a മൈനസ് 5. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഇത് മെട്രിക്സ് ആണ് കിട്ടുക, ഇതും മെട്രിക്സാണ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്നതോ ഇതൊരു നമ്പറാണ്. നമ്മൾ ഒരിക്കലും ഒരു നമ്പറിനെ ഒരു മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യില്ല. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് പറയാറുള്ളത് 1 അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാറുള്ളത് ഏതൊരു നമ്പറിൻ്റെതും 1 ആണ് അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഇവിടെ ഈ 5ൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം മെട്രിക്സിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാ, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഏതാ? ഐ. അവിടെ നിങ്ങൾ ഐ കൂടി ഇട്ട് കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാം. ഇനി സിമ്പിളാണ്. ഇനി അപ്പോൾ ഇവിടെ ഏ തന്നിട്ടുള്ളത് കൊണ്ട് എ സ്ക്വയറും 4a മൈനസ് 5i കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് എയുടെ വാല്യൂ കണ്ടെത്താം. ആദ്യം എ സ്ക്വയർ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. അപ്പോൾ 1 to 4 മൈനസ് 3 ഇൻറ്റു 1 to 4 മൈനസ് 3 1 to 4 മൈനസ് 3 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 into 1 പ്ലസ് 2 into 4 8. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നതല്ലേ? സ്പീഡ് ചെയ്യണം കേട്ടോ ഇതൊക്കെ. 1 into 2 2 പ്ലസ് 2 into മൈനസ് 3 മൈനസ് 6. ഇത് ഇങ്ങനെയൊന്നും സ്റ്റെപ്പ് ചെയ്തോണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ തീർക്കണം. ഞാൻ വെറുതെ എഴുതുന്നേ ഉള്ളൂ. 4 into 1 4 ആൻഡ് പ്ലസ് മൈനസ് 3 into 4 എന്ന് പറഞ്ഞാൽ മൈനസ് 12. ദെൻ അടുത്തത് 4 into 2 8 പ്ലസ് മൈനസ് 3 into മൈനസ് 3 എന്ന് പറഞ്ഞാൽ 9. സോ നമുക്ക് ആൻസർ വരുന്നത് 1 പ്ലസ് 8 9, 2 മൈനസ് 6 മൈനസ് 4, 4 മൈനസ് 12 മൈനസ് 8, 8 പ്ലസ് 9 17. ദിസ് ഈസ് എ സ്ക്വയർ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഇതിൻ്റെ ആൻസർ അല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഒറ്റയടിക്ക് തന്നെ ആക്ച്വലി എഴുതാം. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കിട്ടി, 9 മൈനസ് 4 മൈനസ് 8 17. ആൻഡ് അടുത്തത് വേണ്ടത് 4a അല്ലേ? അപ്പം നിങ്ങൾ 4a ചെയ്യുന്ന സമയത്ത് എ ഇവിടെ ഉണ്ടല്ലോ. എയിലെ എല്ലാ എലമെൻറ്റിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4a കിട്ടും. അപ്പോൾ 4 into മൈനസ് 3 ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് 12 ആയിട്ട് വരും. മൈനസ് 12 വരും. മൈനസ് 5i എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ? 5i എന്ന് പറയുമ്പോൾ അപ്പോൾ 5 0 0 5 ഇങ്ങനെ വരിക. ഒന്നുകൂടി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന സമയത്ത് 9 പ്ലസ് 4 13 മൈനസ് 5 8. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 8 വരുന്നത്. 8 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. അതാണ് ചില ചോദ്യത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഒരൊറ്റ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ള ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, വേണേൽ ചെയ്ത് നോക്കാം. മൈനസ് 4 പ്ലസ് 8 4 മൈനസ് 0 4. ഇതാ നോക്കി, രണ്ടാമത്തത് 4. മൈനസ് 8 പ്ലസ് 16 8 മൈനസ് 0 8. 17 മൈനസ് 12 എന്നാണ് വരിക 5 മൈനസ് 5 0. അപ്പോൾ നമുക്ക് കറക്റ്റാ സംഭവം. അപ്പോൾ ഒരു എലമെൻറ്റ് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓക്കെ, ചില ചോദ്യത്തിൽ നമ്മൾ അങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കട്ടോ. നമുക്ക് എത്ര സമയം ലാഭമാകുന്നോ അത്രയും നമുക്ക് ബാക്കിയുള്ള ചോദ്യം ചെയ്യാൻ കുറച്ചുകൂടി അഡീഷണൽ ടൈം കിട്ടും എന്നുള്ളതാണ്. അടുത്ത നോക്കും. എ ഇതാണെങ്കിൽ എ റൈസ് ടു 4 എന്താണെന്നുള്ളതാണ്. സിമ്പിൾ. ഞാൻ എ ഇതാണെങ്കിൽ ഇവിടുന്ന് എല്ലായിടത്തുനിന്നും 3 കോമൺ എടുക്കാം ആക്ച്വലി. അപ്പം ഞാൻ 3 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക്, ഇങ്ങനെയല്ലേ ഇത് വരിക, ഇങ്ങനെയല്ലേ ഇത് ഉണ്ടാവുക. ശരി, അപ്പോൾ എ റൈസ് ടു 4 ഞാൻ ആദ്യം എ സ്ക്വയർ കാണുന്നുണ്ട്. എ സ്ക്വയർ കാണുമ്പോൾ ഇവിടെ 3 1 1 1 1 1 1 1 1 1 പിന്നെ അതേപോലെ ഇൻറ്റു വീണ്ടും ഒരേ എടുക്കുമ്പോൾ 3 into 1 1 1 1 1 1 1 1 1 എന്ന് പറഞ്ഞു വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിളാണ്. 3 into 3 9 എഴുതാം, കാരണം അത് 2 സ്കെയിലാറാണ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, റോയും കോളും. അപ്പോൾ 1 into 1 1 പ്ലസ് 1 into 1 1 പ്ലസ് 1 into 1 1. അതായത് ഇവിടെ വരുന്നത് 3. അടുത്തത് ഈ റോയും ഈ കോളുവാ, അതിലും എല്ലാത്തിലും 1 ഇതിലും എല്ലാത്തിലും 1, അതായത് 3 3. ഇനി കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് 3. ഈ റോ എല്ലാം 1, ഈ കോളെല്ലാം 1. അപ്പോൾ നിങ്ങളതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 3. അതായത് എല്ലാ ആൻസറും നിങ്ങൾക്ക് വരുന്നത് 3 ആണ്. റെഡി? ഇതാണ് ആക്ച്വലി നിങ്ങളുടെ എ സ്ക്വയർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് എ റൈസ് ടു 4 അല്ലേ? അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നോക്കിക്കോ, ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെ കോമൺ എടുക്കാം. 3നെ പിടിച്ച് കോമൺ ഔട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ വരുന്ന സമയത്ത് 3നെ നിങ്ങളൊന്ന് പുറത്തിട്ട് നോക്ക്.
3നെ നിങ്ങൾ പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇതാ അടുത്തത് എ സ്ക്വയർ ഇതിങ്ങനെ തന്നെ എഴുതിക്കോ 9 × 3 × 1 1 1 1 1 1 1 1 1 തെറ്റുണ്ടോ? ഇല്ല. കാരണം ഇവിടെ എല്ലായിടത്തും 3 ഉണ്ട്. 3 കോമൺ ഔട്ട് ചെയ്തു പുറത്തേക്ക് എടുത്തു. 9 × 3 27. അപ്പോൾ ഞാൻ A⁴ എഴുതുന്ന സമയത്ത് എനിക്ക് A² × A² എന്ന് എഴുതാം. അപ്പോൾ നോക്കിക്കോ A സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക് ഇതാണ് A². അപ്പം 9 × 3 27 ആണ്. അപ്പോൾ ദാ 27 1 1 1 1 1 1 1 1 1 ആൻഡ് ഇൻറ്റു ഇവിടെയും 27 വീണ്ടും ഒരു A² അല്ലേ, ഇങ്ങനെ വരും. റെഡി? അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് 27 27ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വരിക ഇൻറ്റു ഇതാ നോക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ 1 1 1. അപ്പോൾ എല്ലാം കൂടി കൂട്ടി 3 വരിക. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 3 3 3 3 3 കിട്ടും. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ ഇതാ നോക്ക് 27ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 729. അപ്പോൾ നമ്മുടെ ആൻസർ വരും എന്താണെന്നറിയോ? 27ൻ്റെ സ്ക്വയർ 729. അപ്പോൾ 729 A ഈസ് ദ ആൻസർ. ഇതാണ് നിങ്ങളുടെ ആൻസർ വരും. ഐഡിയ കിട്ടിയോ? സിമ്പിളാണ്. ഇതൊക്കെ ചിലതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി വരും. ഇതേപോലെ എൻ്റെ പവറിൽ ഏത് വലിയ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഒരു 1-2 എണ്ണം ചെയ്താൽ മതിയോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മെട്രിക്സിൽ നിന്ന് കീമിന് ചോദിക്കാറുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കും. A തന്നിട്ടുണ്ട്. A² ഈസ് യൂണിറ്റ് മെട്രിക്സ് എന്നാണ് പറഞ്ഞത്, അതായത് ഐഡന്റിറ്റി മെട്രിക്സ്. ഇതിൻ്റെ വാല്യൂ ഓഫ് x³ + x - 2. അപ്പോൾ ഞാൻ A² എടുക്കുകയാണെങ്കിൽ A × A അതെന്താണെന്ന് പറഞ്ഞത് യൂണിറ്റ് മെട്രിക്സ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? x1 10 × x1 10 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ അതായത് 1001 ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ശരിയല്ലേ? ക്രോസ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് x × x² ശരി 1 × 1 1. അപ്പോൾ x² + 1 x × 1 x + 1 × 0 0 പോട്ടെ 1 × x x + 0 × 1 0. ഓക്കെ കഴിഞ്ഞു. 1 × 1 1. അപ്പോൾ ഇത്രയും മതി. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്ന സമയത്ത് 1001 എന്നാണ് കിട്ടുക. ഇവിടെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. x² + 1 1 അപ്പോൾ x² 0 ആയിരിക്കും, എക്സും 0 അല്ലെങ്കിൽ അത് വേണ്ട. ഇതാ നോക്ക് ഇവിടെ നിന്ന് തന്നെ x = 0 ആണെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ഇനി ഇതാ ചോദ്യം നോക്ക്. x³ + x - 2 അല്ലേ? എന്ത് സിമ്പിളാ? 0³ + 0 - 2. ആൻസർ എന്തായിരിക്കും വരിക? -2. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ്. റെഡി? ഇതൊക്കെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കും. A m/n ആണ്, B n/p ആണ്, C p/q ആണ്. Then the product BCA is possible only when BCA പോസിബിൾ ആകണമെങ്കിലുള്ള കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. BCA പോസിബിൾ ആകണമെങ്കിൽ BC നടക്കണമെങ്കിൽ BC ഇതും സെയിം ആണ്. ഓക്കെ പ്രശ്നമില്ല. അപ്പോൾ BCയുടെ ഓർഡർ എന്ന് പറയുന്നത് BCയുടെ ഓർഡർ N-ഉം Q-യും ചേർന്നിട്ടുള്ള n/q ആയിരിക്കും. ഓക്കെ നോ പ്രോബ്ലം. ഈ BCനാണ് എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ BC × A ചെയ്യുന്ന സമയത്ത് നോക്കേ BCൻ്റെ ഓർഡർ എന്താ? n/q ആൻഡ് എയുടെ ഓർഡർ എന്താ? m/n. അപ്പോൾ ഇത് പോസിബിൾ ആകണമെങ്കിൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ n/n ആയിരിക്കും. കാരണം ഇവിടുത്തതും ഇത് രണ്ടും ചേർത്തിട്ട് ഓർഡർ ചെയ്ത. പക്ഷേ ഇത് പോസിബിൾ ആകണമെങ്കിൽ ഇത് രണ്ടും സെയിം ആകണ്ടേ? Q = m ആകണ്ടേ? അതായത് നമ്പർ ഓഫ് columns of first matrix is equal to number of rows of number of columns of first matrix is equal to number of rows of second matrix. അതാണ് നമ്മുടെ കണ്ടീഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുന്നതിന്. സോ ഈ Q M ഈക്വൽ ആയാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. M = Q അല്ലെ Q = M. ഓക്കെ അപ്പം ഇങ്ങനത്തെ ഒരുപാട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിക്കുക. വേറൊരു കാര്യം ഇവിടെ നോക്കിയേ. ABA ട്രാൻസ്പോസ് ഈക്വൽ ടു എന്നാണ് ചോദ്യം. എയും ബിയും സ്ക്വയർ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ആണ്. സ്ക്വയർ മെട്രിക്സ് ആണ്, ഓർഡർ സെയിം ആണ്. A = A ട്രാൻസ്പോസും B = B ട്രാൻസ്പോസും ആണെങ്കിൽ ABA ട്രാൻസ്പോസിൻ്റെ വാല്യൂ എന്ത്? ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അവിടെ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി പറഞ്ഞുതരാം. AB ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസാണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ 3 മെട്രിക്സ് വന്നാൽ ഇത് നമ്മൾ എങ്ങനെ എഴുതാമെന്നറിയോ? ABC ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ നിങ്ങൾ B ട്രാൻസ്പോസ് × A ട്രാൻസ്പോസ് എഴുതിയത് അതേപോലെ തന്നെ ഇവിടെ അവസാനമുള്ളത്
സീൻ്റെ ട്രാൻസ്പോസ് ആദ്യം എഴുതുക ഇൻറ്റു എന്നിട്ട് നടുവിലുള്ളത് ബീൻ്റെ ട്രാൻസ്പോസ് എഴുതുക എന്നിട്ട് ആദ്യം ഉള്ളത് എൻ്റെ ട്രാൻസ്പോസ് എഴുതുക. ഇത് നിങ്ങൾ അധികം പഠിച്ച് കാണാത്തൊരു ഇക്വേഷനാണ്, പക്ഷെ നമുക്ക് കീം ലെവലിലൊക്കെ ഒരാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണിത്, ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്പോസിൻ്റെ. സോ മൈൻഡിൽ വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്ക് നിങ്ങൾ, എ ബി എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? അവസാനത്തെ എ അതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു നടുവിലത്തെ ബി അതിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഇവിടെ എഗെയിൻ എ ഉണ്ട്, അപ്പോൾ എയുടെ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് ഈ എ ട്രാൻസ്പോസിന് പകരം എ എന്ന് കൊടുക്കാം. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് പകരം ബി കൊടുക്കാം. എഗെയിൻ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക എന്നറിയോ? എ ബി എ. ഇതാണ് ആൻസർ, എ ബി എ. എ ബി എ, ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്ത് നോക്കും, ഇതൊക്കെ പിന്നെ വളരെ നോർമലായിട്ട് നമ്മൾ ടെക്സ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ചോദ്യങ്ങൾ. ഇതൊക്കെ കീമിന് മുൻവർഷം ചോദിച്ചതാട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ മെട്രിക്സ് ഒന്നും ഒരുപാട് ലെവൽ കൂടി ചോദ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. നിങ്ങൾ ബേസിക് ആയിട്ട് മെട്രിക്സിൻ്റെ കൺസെപ്റ്റ് പഠിച്ച് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലെല്ലാ മാർക്കും സ്കോർ ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്ക്, 2 മെട്രിക്സ് തന്നു, അത് ആഡ് ചെയ്യണം. ആൻഡ് അതിൻ്റെ വാല്യൂ വരുന്നത് ഈക്വലായിട്ട് വേറൊരു മെട്രിക്സ്, അങ്ങനെയാണ് എക്സ് മൈനസ് വൈയുടെ വാല്യൂ. ഇതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ ഈ ടേം ചെയ്യേണ്ട ആവശ്യമില്ല, വൈയും എക്സും മാത്രം കണ്ടാൽ മതി. അപ്പോൾ അത് രണ്ടുള്ള ടേം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 2 × 4 2 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പ്ലസ് ഇവിടെ ഉള്ളത് വൈയാ, 8 + y. ഇത് രണ്ടും കൂടിയും ചെയ്താൽ കിട്ടുന്നത് രണ്ടാമത്തെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ 8 + y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള 0. അങ്ങനെ ടൈം നിങ്ങൾ കൂടുതൽ സേവ് ചെയ്തുകൊണ്ട് ആൻസർ എഴുതുക. അപ്പോൾ y = -8 എന്ന് കിട്ടും. എക്സ് വരുന്നത് നോക്ക്, 2 × x. ആ 2xും അതേപോലെ തന്നെ ഇവിടുത്തെ നാലാമത്തെ എലമെൻറ്റ് 1, ഇതും കൂടി കൂട്ടിയാൽ കിട്ടേണ്ടത് 5 ആയിരിക്കും. അപ്പോൾ 2xൻ്റെ വാല്യൂ 5 - 1 4 എന്ന് വരും. x = 4/2 2 എന്ന് വരും. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. x - y ആണ് ക്വസ്റ്റ്യൻ. നോക്ക്, x - y ആണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, x - y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x2 - y -8 2 - -8 2 + 8 ആൻസർ വിൽ ബി 10. ഇത്രയുള്ള പരിപാടി. അല്ലാതെ നിങ്ങൾ ഇത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇതുമായിട്ട് ആഡ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ചിലങ്കിൽ ഷോർട്ടായുള്ള രീതിയിൽ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റുമോ അത് എഴുതിയിട്ട് നമ്മൾ ഓപ്ഷൻ കറക്റ്റ് ചെയ്യും. അല്ല, ഓപ്ഷനിൽ ഏതാണോ അത് ബബിൾ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ ബബിളിംഗ് അല്ല, നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എക്സാം, അതുകൊണ്ട് ഓപ്ഷൻ ചൂസ് ചെയ്യണം പെട്ടെന്ന് തന്നെ. നോക്ക്, എ = മെട്രിക്സ് തന്നിട്ടുണ്ട്, p = ½ × a + a ട്രാൻസ്പോസ്. ദെൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ p എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ½ × a + a ട്രാൻസ്പോസ് ആണെങ്കിൽ ദെൻ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. എ ഒരു മെട്രിക്സ് ആണെങ്കിൽ, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് അതിൻ്റെ സിമെട്രിക് അല്ലേ? എ ട്രാൻസ്പോസ് അതിൻ്റെ എ ട്രാൻസ്പോസും എയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. സിമെട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസും എയും ഈക്വൽ ആണെങ്കിൽ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല, ഒരു മെട്രിക്സിന് ഈക്വൽ ആയിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. സിമ്പിളായുള്ള കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന മെട്രിക്സും എ ട്രാൻസ്പോസും ഇത് രണ്ടും ഈക്വൽ ആണ്, സിമെട്രിക് മെട്രിക്സാണ്. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ a + a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. a + a ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് സിമെട്രിക്. ഇനി അതിനെ കൊണ്ട് നിങ്ങൾ ഏതൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സാണ്. അതായത് ഈ ½ × a + a ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? P ഈസ് എ സിമെട്രിക് മെട്രിക്സ്. P ഈസ് എ സിമെട്രിക് മെട്രിക്സ്. P എന്ന് പറയുന്നത് എന്താ? ഒരു സിമെട്രിക് മെട്രിക്സാണ്. P സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ പിയുടെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? P തന്നെയായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്, P ട്രാൻസ്പോസ് = P. ഇതാണടാ നിങ്ങൾ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതുന്ന സമയത്തുള്ള പഠിക്കുന്ന ആദ്യത്തെ എക്സ്പ്രഷൻ. ½ × a + a ട്രാൻസ്പോസ് പ്ലസ് ½ × a - a ട്രാൻസ്പോസ്. ½ × a + a ട്രാൻസ്പോസ് ഒരു സിമെട്രിക് മെട്രിക്സും ½ × a - a ട്രാൻസ്പോസ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരുന്നു. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ P സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ആ പിയുടെ ട്രാൻസ്പോസ് എന്തായിരിക്കും? P തന്നെയായിരിക്കും കിട്ടുക. സിമ്പിൾ കാര്യം. അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ചാപ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ കുറച്ച്
അടിപൊളിയായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതേപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. മെട്രിക്സിലൊക്കെ കുറച്ചുകൂടി ലെവൽ കൂടിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടന്റും പറയുന്ന നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന സ്ക്രോളിൽ പോകുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.